ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. ഇതാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റുള്ള ഒരു ക്രീമി ആയിട്ടുള്ള ഒരു പാസ്ത റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാൻ വലിയൊരു പാനിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് തിളച്ച് വരട്ടെ. അതിലേക്ക് ഞാൻ 250 ഗ്രാമാണ് പാസ്ത ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം ഇത് എല്ലാ ഭാഗത്തും ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് വേവാനായിട്ട് കുറച്ച് സമയം കാത്തിരിക്കാം. ഇതിപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് വെന്തോ നോക്കാം. ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ വെന്തോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. തന്നെ ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതുപോലെ ഞാനൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു വലിയ 3 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 4 എടുക്കണേ. ഇനി ഇത് നമുക്കിതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇതിൻ്റെ തൊലി പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതുപോലെ എല്ലാം ഒന്ന് വരഞ്ഞെടുക്കണം. നമുക്കിത് 3 കൂടി പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ സ്കിന്നൊക്കെ ഇളകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് കുറച്ച് തണുത്ത വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. പച്ചവെള്ളത്തിലായാലും മതിയാവും. ഇനി ഇത് പെട്ടെന്ന് നമുക്കിതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം ഇത് ചെറിയ പീസസ് ആയിട്ട് കട്ടാക്കിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനി നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണേ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പിങ്ക് കളറായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതുപോലത്തെ ഒരു പാൻ വെച്ചിട്ട് ഞാൻ നന്നായി ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ നിങ്ങളടുത്ത് കുറവാണെങ്കിൽ കുറച്ച് സൺഫ്ലവർ കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് 2 ടീസ്പൂണ് മൈദ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഇതുപോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കറേ. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് അല്ല, അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതൊരു ടൈറ്റ് പരുവത്തിലാകും. ഭയങ്കര ടൈറ്റായി പോകാൻ പാടില്ല. ഒരു നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടണേ. ഇതിപ്പോൾ നല്ല ക്രീമി ആയിട്ടുണ്ട്. അതിന് നമുക്ക് കോരി നോക്കാം. ഈ കോരി നോക്കുമ്പോൾ ഇതുപോലെ ലൈനി ഇട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടെക്സ്ചർ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അതിന് മുമ്പായിട്ട് കുറച്ച് കുരുമുളകും ആവശ്യത്തിന് ഉളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇത് ഭയങ്കര ടൈറ്റായി പോയെങ്കിൽ കുറച്ചുകൂടി മിൽക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടി സെറ്റാക്കിയാൽ മതിയാവേ. ഇനി ഇതിലേക്ക് ഞാൻ 2 പീസ് സ്ലൈസ്ഡ് ചീസ് കൂടി ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടി ഇട്ടാൽ നല്ല ടേസ്റ്റി ആവും ഈ ക്രീം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഞാനിപ്പോൾ ഇനി വേറൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് കരിഞ്ഞു പോകാൻ പാടില്ലേ. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിരിക്കുന്ന ഒരു സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊരു ഗോൾഡൻ കളറാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഗോൾഡൻ കളറായ ശേഷം ഞാൻ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ക്യാപ്സിക്കം നന്നായിട്ട് വെന്തു പോകുന്നും വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തക്കാളി ഇല്ലേ, അത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അതിൻ്റെ ഒരു പച്ചച്ചോവ മാറുന്നവരെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മാഗി ക്യൂബിൻ്റെ ചെറിയ പീസ് ചേർത്ത് കൊടുക്കാം. ഒരു ക്യൂബിൻ്റെ പകുതി ഭാഗം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ഒരു ചെറിയൊരു ഫ്ലേവറിന് അധികമാവാതിരിക്കണേ. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കെച്ചപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീമില്ലേ, നല്ല അടിപൊളി ക്രീം, അതുകൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല ഒരു ക്രീമി ആയിട്ടുള്ള ഒരു സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രഷ്ഡ് ചില്ലി കൂടി ചേർത്ത് കൊടുക്കണം. കൂടാതെ കുറച്ച് കുരുമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണ്. അതും ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ ബോയിൽ വെച്ചിരിക്കുന്ന പാസ്ത ഇല്ലേ, അതുകൂടി ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ക്രീം എല്ലാ ഭാഗത്തും എത്തുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പും എരിവും ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മൊസറല്ല ചീസ് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നല്ല ഒരു പാസ്ത റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.